അങ്കമാലിയിൽ 6 മാസം പ്രായമായ കുഞ്ഞിന്റെ കൊലപാതകത്തിൽ അമ്മുമ്മയുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. അമ്മുമ്മ റോസ്ലി നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി ഉൾപ്പെടെ ഇന്നലെ വീട്ടിൽ നിന്നും കണ്ടെത്തിയിരുന്നു. റിയ ബേബിയുണ്ട് വിവരങ്ങളുമായി. റിയ, മാനസിക വിഭ്രാന്തി ഉണ്ടായിരുന്നു എന്നാണല്ലോ പറയുന്നത്. ആശുപത്രിയിലുമാണ് ഇപ്പോഴുള്ളത് പ്രതി. ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തും. എന്താണ് തുടർ നടപടികൾ? ഈ മാനസികമായ വിഭ്രാന്തി ഉള്ളത് തന്നെയാണോ കാരണം, അതോ മറ്റെന്തെങ്കിലും പ്രേരണ ഉണ്ടായിരുന്നു ഇതിന് പിന്നിൽ? മോത്തി, അക്കാര്യമാണ് പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നത്. പ്രാഥമികമായി പോലീസ് ഇന്നലെ കുഞ്ഞിന്റെ രക്ഷിതാക്കളെ, മുത്തച്ഛനെ, ഈ പറഞ്ഞ റോസ്ലി എന്ന അമ്മൂമ്മയെ വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഈ അമ്മൂമ്മ ഉണ്ടായിരുന്ന മുറിയിൽ നിന്ന് കത്തിയടക്കം കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇന്നലെ ഉച്ചയോട് കൂടിയാണ് ഡെൽന സാറ മറിയം എന്ന 6 മാസം മാത്രം പ്രായമായ പെൺകുഞ്ഞിനെ അമ്മൂമ്മയുടെ അരികിൽ ചോരയിൽ കുതിർന്ന്, അതായത് കഴുത്തിന് മുറിവേറ്റ് ചോര വാർന്നൊലിച്ച നിലയിൽ അമ്മ കണ്ടെത്തിയത്. അമ്മ അടുക്കളയിലേക്ക് പോവുകയായിരുന്നു. അടുക്കളയിൽ പോയി കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് മുറിയിലേക്ക് വന്ന് നോക്കുമ്പോഴാണ് ഈ ചോരയിൽ വാർന്ന് കുഞ്ഞ് കിടക്കുന്നത് കണ്ടത്. അപ്പോൾ തന്നെ അച്ഛനും അമ്മയും ചേർന്ന് കുഞ്ഞിനെ എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷപ്പെടുത്താനായില്ല. ഈ അച്ഛനും അമ്മയ്ക്കും എന്താണ് സംഭവിച്ചത് എന്നതിലൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല. ആശുപത്രി അധികൃതരാണ് അതൊരു ആയുധത്തിന്റെ മുറിവാണ് കുഞ്ഞിന്റെ കഴുത്തിലുള്ളതെന്ന് അവരെ അറിയിച്ചത്. പിന്നീട് പോലീസ് അടക്കം വന്ന് പരിശോധിച്ചു. അങ്ങനെയാണ് ഏറെക്കുറെ ഒരു ചിത്രം പോലീസിന് മുമ്പിൽ തെളിയുന്നത്. എന്താണ് കാരണം എന്നതാണ് പോലീസ് പരിശോധിക്കുന്നത്. അറിയാൻ കഴിയുന്നത് ചില മാനസിക ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഈ റോസ്ലി എന്ന 63-കാരിയായ കുഞ്ഞിന്റെ അമ്മൂമ്മയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അക്കാര്യത്തിൽ പോലീസ് വിശദമായി തന്നെ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. അതാണോ വിഭ്രാന്തിയുടെ ലക്ഷണങ്ങൾ കാട്ടിയതായി ഈ ബന്ധുക്കൾ, കുഞ്ഞിന്റെ അമ്മയടക്കമുള്ളവർ പറയുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ കുഞ്ഞിനെ തനിച്ച് ഈ അമ്മൂമ്മയുടെ അടുത്ത് ആക്കുകയായിരുന്നോ വേണ്ടിയിരുന്നത്? അങ്ങനെയും ചില ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ഒരു അക്രമ സ്വഭാവത്തിലേക്കൊന്നും ഈ മുത്തശ്ശി ഇതിനു മുമ്പ് പോയതായി പോലീസിന് അവർ മൊഴി കൊടുത്തിട്ടില്ല. പക്ഷേ ചില മരുന്നുകൾ കഴിക്കുന്നുണ്ടായിരുന്നു. അടുത്തിടെ സോഡിയം കുറഞ്ഞതുമായി ബന്ധപ്പെട്ട ചില മരുന്നുകൾ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഓവർ ഡോസായി ചില മരുന്നുകൾ കഴിച്ചിരുന്നു എന്ന സംശയമൊക്കെയാണ് അവർ പങ്കുവെക്കുന്നത്. അക്കാര്യമാണ് പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നത്. ഇന്ന് ആ സമയം തന്നെ കുഴഞ്ഞു വീണ ഈ റോസ്ലി എന്ന് പറയുന്ന നിലവിൽ പ്രതി എന്ന് പറയുന്ന ആളെ, മുത്തശ്ശിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വിശദമായി തന്നെ പോലീസ് ഇന്നലെ ചില കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൂടി പരിഗണിച്ചായിരിക്കും തുടർ നടപടിയിലേക്ക് നീങ്ങുക. കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടക്കും. ആ നാടൊന്നാകെ വലിയൊരു നടുക്കത്തിലാണ്. കാരണം ഈ അച്ഛനും അമ്മയും ചോരയിൽ കുളിച്ചു കിടക്കുന്ന കുഞ്ഞുമായി പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ബഹളം കേട്ട് നാട്ടുകാർ തന്നെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതുമൊക്കെ. അവർക്ക് പോലും ആ ഘട്ടത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലായിരുന്നു. മാത്രമല്ല, മൂത്ത കുഞ്ഞിന്റെ പിറന്നാൾ ദിനം കൂടിയായിരുന്നു ഇന്നലെ. 4 വയസ്സുകാരനാണ്, സഹോദരൻ കൂടിയുണ്ട്. 6 മാസം പ്രായമായ കൊല്ലപ്പെട്ട ഡെൽന സാറ മറിയത്തിന്. അങ്ങനെ ഒരു വലിയ ഒരു ഞെട്ടലിലാണ് ആ നാടൊന്നാകെ. കുഞ്ഞിന്റെ അമ്മയ്ക്കടക്കം ആശുപത്രിയിൽ നിന്ന് നമ്മൾ കണ്ടതാണ്. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ മൂത്ത കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്നതൊക്കെ. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്, മറ്റെന്തെങ്കിലും കാരണമുണ്ടോ, ഈ മാനസിക നില സംബന്ധിച്ച്, പ്രതിയുടെ മാനസിക നില സംബന്ധിച്ചൊക്കെ പോലീസ് പരിശോധിക്കുന്നു. അതടക്കം കണക്കിലാക്കി അതടക്കം പരിശോധിച്ച ശേഷമായിരിക്കും അറസ്റ്റിലേക്ക് കടക്കുക. എന്തായാലും ആ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടക്കും. വിശ്വസിക്കാൻ കഴിയാത്ത വലിയൊരു ഞെട്ടലിലാണ് ആ നാടും ആ വീട്ടുകാരുമൊക്കെ.